എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘു മത്തൂരാണ്. നമ്മളിപ്പോൾ ഈ കർക്കിടക മാസമായിട്ട് ഈ സുഖചികിത്സൻ്റെ ഭാഗമായിട്ട് പല നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നരമ്പിൻ്റെ എല്ലാത്തിലും ബ്ലോക്കായ കാരണം ഈ ഇവിടെ ഒരു ആൻജിയോ ചെയ്തപ്പോൾ സ്റ്റെൻഡ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഭാഗം തളർന്നതാണ്. ഞാനിപ്പോൾ 2 ആൻജിയോ ഒരു ബയോപ്സി കഴിഞ്ഞതാണ്. എൻ്റെ അടുത്ത് അന്ന് സ്റ്റെൻഡ് ഇടാൻ വേണ്ടി പറഞ്ഞാണ്, പക്ഷേ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അത് ഇടാതിരിക്കാനുള്ള കാരണം അതിനുശേഷം ഞാൻ ജൈവ കൃഷിയിലേക്ക് വന്നു. ഇപ്പോൾ ജൈവ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. ഒപ്പം തന്നെ രക്തശാലി അരിയുടെ കഞ്ഞി, അതുപോലെ ഈ മഴക്കാലം അതായത് തണുപ്പുള്ള സമയത്ത് നമ്മൾ നവരക്കിഴി ചെയ്യും. നവരക്കിഴി ചെയ്യുക പറഞ്ഞാൽ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് നല്ല ചാർജാണ്. അപ്പം ഞാൻ നമുക്ക് പിന്നെ 7 ദിവസം 10 ദിവസം 11 ദിവസം അവിടെ ഇരിക്കണം. അപ്പോൾ അത്ര ഇരിക്കണമെങ്കിൽ 10,000 12,000 അല്ലെങ്കിൽ 20,000 നമുക്ക് ചിലവാകും. അപ്പോൾ അത്രയ്ക്കുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. ചെറുകിട ഒരു കർഷകനാണ്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എനിക്കിപ്പോൾ എന്ത് വേണം, നവരക്കൃഷി ചെയ്ത് എൻ്റെ നരമ്പുകളൊക്കെ വളരെ നല്ല രീതിയിൽ തോന്നുന്ന രീതിയിലാക്കണം. അപ്പോൾ എനിക്ക് അതേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഒരു 8-9 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. നവരനെല്ല്, ഇതാണ് നവരനെല്ല്. കാരണം കറുപ്പ് നവരയുണ്ട്, ചുവന്ന നവരയുണ്ട്. ഏറ്റവും ഔഷധ ഗുണമുള്ള നെല്ലാണ് കറുപ്പ് നവര. ആ കറുപ്പ് നവരൻ്റെ അരിയാണ് ഈ അരി. ഇത് നമ്മുടെ സാധാരണ ജ്യോതിമട്ടയും കാഞ്ചനമട്ടയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കളറ് വരിക. പക്ഷേ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നവരനെല്ല്. അതിനെ ഒരു 2 മിനിറ്റ് 100 ഗ്രാം അരി എടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ മിക്സിയിൽ പൊടിക്കുക. ഇതുപോലെ ചെയ്യുക. ചെയ്തതിന് ശേഷം ഒരു ലിറ്റർ 1.5 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ തിളപ്പിച്ചിട്ട് കുട്ടികൾക്ക് കൂള് ആക്കുന്ന തരത്തിലുള്ളത് ആക്കുക. ഇതെങ്ങനെ ആക്കുക. അപ്പോൾ ഇത് നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലൊരു മണം വരും. ആ മണം തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകർഷണം വരും. അതായത് ഇത് മണക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് തോന്നും. അപ്പോൾ മറ്റുള്ള നെല്ല് നമ്മൾ അരി ചോറ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് വരില്ല. പക്ഷേ യഥാർത്ഥ ഒറിജിനൽ നവരൻ്റെ ഇത് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഗ്യാസിൻ്റെ അവിടെ വിറകടുപ്പിലൊക്കെ നിന്ന് ഇതിൻ്റെ ആവി വരുമല്ലോ. അപ്പോൾ പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ തന്നെ നമുക്കത് നല്ലതാണെന്നുള്ളത് അറിയാം. അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെയൊരു ഈരേഴുകാരൻ തോർത്താണ്. ഇതാണ് ഈരേഴുകാരൻ തോർത്ത്. അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ വിരുത്തി വയ്ക്കുക. എന്നതിന് ശേഷം ഇതുപോലെ ഇടുക. ഇതുപോലെ ഇട്ടതിന് ശേഷം 100 ഗ്രാം അരി മതി ഒരാൾക്ക്. എന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ കുടുങ്ങിയായിട്ട് കിട്ടും. നല്ല മുറുക്കത്തിൽ കെട്ടണം. ഇതാണ് നമ്മൾ ആകുന്ന സമയത്ത് വരുന്നുണ്ട. ഇങ്ങനെ വരുന്നുണ്ടില്ലേ, ഇതിങ്ങനെ വരണം. അപ്പം നന്നായി കെട്ടിയതിന് ശേഷം ഇതുപോലെ 2 കിഴി വേണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കിഴിയെ ചെയ്തിട്ടുള്ളൂ. 2 കിഴി വേണം. ഈ 2 കിഴി നമ്മൾ ഒരാളുടെ സഹായം കൂടി വേണം, എങ്കിലേ കുറച്ചും കൂടി നന്നായിരിക്കുള്ളൂ. എന്നതിന് ശേഷം 1 ലിറ്റർ പാല് നമ്മളത് തിളപ്പിക്കുന്ന സമയത്ത് 1.25 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുന്ന സമയത്ത് ഒരു 1/4 ലിറ്റർ പാല് ഇതിലൊഴിക്കുക. എന്നിട്ട് ബാക്കി 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ തിളപ്പിക്കുന്നത്. എന്നതിന് ശേഷം ഒരു 3/4 ലിറ്റർ 1 ലിറ്റർ പാല് ഇതുപോലെയുള്ളൊരു ഇളം ചൂടിൽ, കൂടുതൽ ചൂട് പാടില്ല, ഇളം ചൂടിൽ. കാരണം നമ്മുടെ ശരീരത്തിക്ക് താങ്ങാവുന്ന ചൂടിൽ ഈ പാല് തിളച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കുക്കറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യത്തിൽ ചെയ്തതിന് ശേഷം ഇളം ചൂടിൽ ഈ കിഴി നമ്മൾ ഇങ്ങനെ മുക്കണം. ഇങ്ങനെ ഇളം ചൂട് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കണം. 1 മണിക്കൂർ നമ്മളിത് ആക്കണം. നല്ല ഇളം ചൂടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ നമ്മളിത് ആക്കണം. കണ്ടോ, മനസ്സിലായില്ലേ? 1 മണിക്കൂർ നമ്മളിത് ശരീരം മൊത്തം, തലയിൽ വേണ്ട, അല്ലാത്ത ഭാഗത്ത് 1 മണിക്കൂർ നമ്മളിത് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ചൂടാറുമ്പോഴേക്കും വേറൊരു കിഴി അതിലിടുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ
തുണി അലക്കി ഇസ്ത്രിക്ക് ഇടുന്ന സമയത്ത് നല്ല നല്ല ചൂടാണെങ്കിൽ ആ ചുളിവ് കംപ്ലീറ്റ് മൂർന്നു പോകും. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിലുള്ള ലക്ഷക്കണക്കിന് നരമ്പാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതിൽ ലക്ഷക്കണക്കിന് നരമ്പാണ് നമ്മുടെ ഈ തൊഴുത്തൂടെയും ഇതിൽ കൂടെ ലക്ഷക്കണക്കിന് നരമ്പാണ് പോണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ആ നരമ്പിൻ്റെ ഉള്ളിൽ കൊഴുപ്പുകളൊക്കെ വന്ന് അടഞ്ഞിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് നരമ്പാണ്. ഓരോരോ നഖത്തിൻ്റെ ഇതിലേക്ക് അടക്കം നരമ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഈ നമ്മുടെ ഭക്ഷണ ഇത് ക്ലിയർ ഇല്ലാത്ത കാരണം കൊഴുപ്പ് വന്ന് അടിയും. അപ്പോൾ കൊഴുപ്പ് വന്ന് അടിയുന്ന സമയത്താണ് ഈ സ്ട്രോക്കും അറ്റാക്കും കൈകാല് വേദന പല രോഗങ്ങളും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ തേച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഇളം ചൂടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ 1 മണിക്കൂറാണ് തേക്കേണ്ടത്. 1 മണിക്കൂർ തേച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നരമ്പിലുള്ള ആ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു അഴുക്ക് നമ്മുടെ പഞ്ചായത്ത് വകുപ്പിലൊക്കെ പാശാറ് പൊത്തുമല്ലോ, ആ പാശാറ് അങ്ങനെ പോകും. ഇത് എൻ്റെ അനുഭവമാണത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ കൊല്ലം ഞാനൊരു 21 ദിവസം ഞാൻ ചെയ്തതിന് ശേഷം ഇത് ഈ രക്തശാലി അരിയാണത്. ഈ രക്തശാലി അരിയുടെ കഞ്ഞിയാണ് രാവിലെയും വൈകിട്ട് നമ്മൾ കഴിക്കുന്നത്. അത് രാവിലെയും വൈകിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് രക്തശാലി അരി ഒരു 100 ഗ്രാമിൻ്റെ താഴെ എടുക്കുക. അതിൽ കുറച്ച് ചെറുപയറിടുക, കുറച്ച് ഉലുവയിടുക, കുറച്ച് ജീരകം ഇടുക, ഒരു ചെറിയ ഉള്ളി ഇടുക. എന്നിട്ട് നന്നായി തിളപ്പിച്ച് ആറിയതിന് ശേഷം ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നല്ല നാടൻ പശുവും പാൽ ഒഴിച്ച് നമ്മൾ കഴിക്കുക 2 നേരം. ഉച്ചയ്ക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ 50% അരിയാണിത്. ഇത് 100%ലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ 100% അരി പിടിക്കില്ല. അപ്പോൾ ആ 100% അരിനെ നമ്മൾ 50% ആക്കും. 50% ആക്കിയതിൻ്റെ തവിടാണിത്. ഈ തവിട് അടക്കം നമ്മൾ ഭക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ നിന്നുള്ള 50% തവിടാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക. അതായത് നമ്മുടെ ഭക്ഷണ രീതി കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പല അസുഖങ്ങൾക്കും നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്ത്. അതുപോലെ നമ്മളിതാ ഉണ്ട് ഇങ്ങനെ ആയി കഴിഞ്ഞ് 1 മണിക്കൂർ നമ്മൾ ഒഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഒഴിച്ചിൽ 1 മണിക്കൂർ ഒഴിച്ചിൽ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 15 ഡിഗ്രി തണുപ്പ് വരും നമ്മുടെ ശരീരത്തിൽ. നല്ല തണുപ്പ് വരും. ഇത് കഴിയുമ്പോഴേക്കും 1 മണിക്കൂർ ഒഴിഞ്ഞ് കഴിഞ്ഞിട്ട് തണുപ്പ് വരും. തണുപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ പോയി കുളിക്കുക. ചെറുപയർ പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുളിച്ച് ഒരു 11 ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ശരീരം ഞാൻ എന്നെ സംരക്ഷിക്കുന്നത്, എൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഇപ്പോൾ ഭാര്യയുണ്ട്, മകനുണ്ട്, അവരെല്ലാവരും ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മളാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ രഘു മാത്തൂര്, പാലക്കാട് ജില്ല, കോയൽമന്നം ബ്ലോക്ക് 12ാം വാർഡിൽ 680 വീട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടാം. 75 60 89 95 13. ഇതാണ് നമ്പർ. നന്ദി, നമസ്കാരം.